ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഷോപ്പിംഗ് ആട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ നിന്നും ക്രിസ്മസ് ഫ്രണ്ടിനെ എടുത്തിട്ടുണ്ട്, ഫാമിലി വൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അഞ്ജുനും ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അഞ്ജുവിൻ്റെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം. ഞങ്ങൾക്ക് ഫാമിലി വൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കണം. പിന്നെ ഇതൊന്നും കൂടാതെ ഞങ്ങളുടെ സ്കൂളിലുണ്ട് ക്രിസ്മസ് ഫ്രണ്ട്. അപ്പോൾ ഒരാൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട്, ഒരാൾ ചേട്ടന് കിട്ടിയിട്ടുണ്ട് ക്രിസ്മസ് ഫ്രണ്ടായിട്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 4 ഗിഫ്റ്റുകൾ നമുക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാനൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ വെച്ചുള്ള ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ നാളെയാണ്. നാളെ വൈകുന്നേരം ഞങ്ങൾക്ക് ഫുഡ് സ്കൂളിൽ നിന്നാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഗിഫ്റ്റ് കൈമാറുന്ന ഒരു ടൈം നാളെയാണ്. അപ്പോൾ ക്രിസ്മസൊക്കെ അതാ പെട്ടെന്ന് അടുത്തു കേട്ടോ. ദിവസങ്ങൾ കടന്നു പോയതൊന്നും അറിഞ്ഞില്ല, പെട്ടെന്നിനായി എല്ലാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആനുവൽ ഡേയുടെ തിക്കും തിരക്കിലൊക്കെ പെട്ട് അങ്ങനെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെയാണ് പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയി. അപ്പോൾ അതാ ഇനി ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിഞ്ഞ് ഞാനും ചേട്ടനും കൂടി പോകണം. 5 ട്യൂഷന് പോയേക്കണം. തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്, ഒരുവിധം നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ സ്വെറ്ററും ചേട്ടൻ ഇതാ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീടിനകത്ത് കുഴപ്പമില്ല, പുറത്തേക്ക് ഇറങ്ങിയ അകത്തും നമുക്ക് ചെറുതായിട്ട് വേണം. എന്നാലും വലിയ പക്ഷേ പുറത്ത് പറ്റില്ല, കുറച്ച് തണുപ്പാണ്. നേരത്തെ ഇറങ്ങാൻ നോക്കിയതാണ്, പക്ഷേ നടന്നില്ല. ഇന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് ഐറ്റംസൊക്കെ എത്തിക്കുന്ന ആ ഒരു വണ്ടി അവർ വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഇത്തിരിയൊക്കെ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങി. എല്ലാവർക്കും അവരവരുടെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങൾ കൊണ്ടുവന്നേന്ന് ഇഷ്ടപ്പെട്ട ഐറ്റംസൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങളും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പോയി വന്നിട്ട് അതൊക്കെ കാണിക്കാം കേട്ടോ. അധികം ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ച് വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങളങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് എൻ്റെ കണ്ണടയുടെ ഫ്രെയിം ഒന്ന് ശരിയാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഭയങ്കര ലൂസായിട്ട് ഇങ്ങനെ എഴുകി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അത് ശരിയാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ കടയിലേക്ക് കയറിയിരിക്കുക കേട്ടോ. ഇവിടെ ഞങ്ങൾക്കൊക്കെ എപ്പോഴെങ്കിലും കണ്ണടയുടെയൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ വരുന്നത് ഈ കടയിലേക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ മുൻപത്തെ കണ്ണടയൊക്കെ ഉണ്ടാക്കിയേക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്, ഇവരാണ് റെഡിയാക്കി തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഒരു മെക്കാനിക് വർക്കൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വന്നവർ നന്നായി ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെതാ ഇവിടെ വന്ന് അവരുടെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെതാ അവിടെ നിന്ന് പോകണം. അവർ നമ്മുടെ വ്ളോഗൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് അവരോട് ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കർട്ടൻസ് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിക്കുന്ന അതേ കടയിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ആദ്യം തന്നെ പോകുന്നത്. ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബസ്തിയിലുള്ള ഷാലിമാർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരുവിധം എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ. ക്ലോത്ത് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ കടയിലേക്ക് ഇപ്പോൾ കയറിയേക്കട്ടോ. നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് ബെഡ്ഷീറ്റ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെഡ്ഷീറ്റാണ് നോക്കണം. ബെഡ്ഷീറ്റ് ആകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാമല്ലോ. ഞങ്ങൾക്ക് കൊടുക്കേണ്ടത് 3 ഫാമിലിക്കാണ്. 3 ഫാമിലി എന്ന് പറഞ്ഞാൽ ചർച്ചിൽ നിന്നുള്ളത് ഫാമിലി, അല്ലാത്ത 2 പേരും മാരീഡാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണല്ലോ. ഞങ്ങൾ ഫൈനലി കണ്ടെത്തിയ ഐറ്റം ഇതാണ്. ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. അവരെല്ലാ ടൈപ്പ് ബെഡ്ഷീറ്റും കാണിക്കുന്നുണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള ബെഡ്ഷീറ്റുകളും പിന്നെ ഇങ്ങനെ ബോക്സുകളിൽ കിട്ടുന്ന അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോക്സിലുള്ളതാണ് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബെഡ്ഷീറ്റ്. അതാകുമ്പോൾ നമുക്ക് അത്രയ്ക്കും പേടിക്കേണ്ട, കളർ പോകുമെന്നോ ഫെയ്ഡ് ആകുമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കഴുകി വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലതൊക്കെ ചെറുതായി ചുരുങ്ങിയൊക്കെ പോകും. അപ്പോൾ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഷ്രിങ്ക് അവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തായാലും ബോക്സിലുള്ളത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ലതാട്ടോ.
അങ്ങനെ നമ്മുടെ ബെഡ്ഷീറ്റ് സെലക്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബോക്സിലുള്ളത് തന്നെ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ബിൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇനി നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് ചുരിദാർ കേട്ടോ. അപ്പോൾ അത് നോക്കാനായിട്ട് എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞു 2-3 ചുരിദാർ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് നോക്കാമെന്ന് വിചാരിച്ച് നമ്മളിതാ ഇതേ മാർക്കറ്റിൽ തന്നെയുള്ള ഒരു കടയിലേക്ക് കയറിയേക്കാണ്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ട് ചുരിദാർ മെറ്റീരിയലിൻ്റെയും അതുപോലെ ഇങ്ങനെ ബെഡ്ഷീറ്റ്, കർട്ടൻ, അങ്ങനത്തെയൊക്കെ നമുക്ക് ഒരുവിധം ആവശ്യമുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ചുരിദാറൊന്നും പറയണ്ട, ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് ഇവിടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഒരു ഷോപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ചുരിദാർ മെറ്റീരിയലൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ കടയിൽ അവർ കാണിച്ചു തന്നത് എനിക്ക് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. സെലക്ഷൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ കുറവാണ്. കാരണം ഇപ്പോൾ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ മൊത്തം വുളൻ ഡ്രസ്സുകളൊക്കെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമ്മറിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കോട്ടൺ അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ നോർമലി ഇടുന്ന ആ ടൈപ്പ് ചുരിദാർ ആണ് എനിക്ക് നോക്കാൻ ഇഷ്ടം. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് തൊട്ടടുത്ത് വേറൊരു കടയുണ്ട്, അവിടെ കോട്ടനും വുളനും എല്ലാം ഉണ്ട്, നിങ്ങൾ ആ കടയിലൊന്ന് പോയി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വേറൊരു കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ അവരെടുത്തിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഏതെടുക്കേണ്ടതെന്നൊന്നും ഒരു പിടുത്തമില്ല, ആ രീതിയിൽ അവരിങ്ങനെ എടുത്തിട്ട് കാണിക്കും. സമ്മറിലൊക്കെ വരണമെങ്കിൽ പറയണ്ട, ഇന്നിപ്പോൾ വിൻ്ററിലാണെങ്കിൽ പോലും അവരൊരുപാട് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട് ഒരു 2-3 റെഡിമെയ്ഡ് ചുരിദാറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഈ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ റെഡിമെയ്ഡ് ചുരിദാറിനും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽസിനും ഒക്കെ പറ്റിയ നല്ലൊരു ലോകം തന്നെയെന്ന് പറയാം. കാരണം അത്രയും സെലക്ഷനാണ് ഇവിടെ. ഇഷ്ടംപോലെ അവരെടുത്തിട്ട് കാണിച്ചു തരും കേട്ടോ. അവർക്ക് അങ്ങനെ കാണിച്ചു തരാനൊന്നും അങ്ങനെ ഒട്ടും തന്നെ മടിയില്ല. ഇഷ്ടംപോലെ അവർ നമുക്ക് സ്യൂട്ടുകൾ എടുത്തിങ്ങനെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ വാനിറ്റി ബാഗും അതിൻ്റെ ഒപ്പം തന്നെ മാച്ചിങ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ബാഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടൊക്കെ ഏതെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അവരത് നമ്മൾ ഇട്ടായിരുന്ന ചുരിദാറിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് നോക്കി, പിന്നെ പുറകിൽ അവർ ക്ലിപ്പൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് പാകത്തിലാണോ എന്നൊക്കെ ആക്കി നോക്കി അങ്ങനെയൊക്കെ കാണിച്ചൊക്കെ തന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ കടയിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളിതാ തൊട്ടടുത്ത് തന്നെ വേറൊരു കടയിലും നല്ല സെലക്ഷൻ കണ്ടു. അപ്പോൾ അവരിങ്ങനെ വെച്ചിരിക്കുന്ന ആ ചുരിദാറുകളൊക്കെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അവിടെയും കൂടെ ഒന്ന് കയറാമെന്നും പറഞ്ഞാൽ അങ്ങനെ ജസ്റ്റ് അവിടെയും കൂടെ കയറി. ഇത് ചെറിയൊരു കടയാണ് എങ്കിലും അവിടെ ഇങ്ങനെ അവർ തൂക്കിയിട്ടേക്കുന്നതും പുറത്ത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. അപ്പോൾ അങ്ങനെ കയറിയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ചുരിദാർ. അപ്പോൾ എല്ലാം ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളെ എല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ഇതിന് തൊട്ട് മുൻപെടുത്ത കടയിലത്തെ ചുരിദാറുകളിൽ നിന്ന് 1-2 എനിക്ക് ഓൾട്ടർ ചെയ്തൊക്കെ കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വേറെ കടയിൽ നോക്കുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വായോ, അപ്പോഴേക്കും അവർ ഓൾട്ടർ ചെയ്ത് തരാമെന്ന്. അപ്പോൾ അങ്ങനെ ഈ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് ഇറങ്ങിയപ്പോഴേക്കും തന്നെ ഓൾട്ടറേഷൻ കഴിഞ്ഞ് അവർ വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഓൾട്ടർ ചെയ്തും കിട്ടി നമുക്ക്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോഴേക്കും ഒരുവിധം നല്ല രാത്രിയായി. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ ഇന്നത്തെ അവസാനിപ്പിച്ച് ഞങ്ങൾ പോകണം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട്സിന് കൊടുക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി അഞ്ചുമോൾക്കും ചേട്ടനൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇപ്പോൾ ഇതെന്താ അങ്ങനെ ഒരു ഷോപ്പിംഗ് ഈ സമയത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് ഞങ്ങൾ ഇവിടെ UP-യിലില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ ക്രിസ്മസിന് കറങ്ങാനായിട്ട് പുറത്ത് പോകണം. നമുക്ക് ദീപാവലിക്ക് ഒന്നും എവിടെയും പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം നമ്മൾ ക്രിസ്മസിന് വേറെ സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ 21-ാം തീയതി കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ എല്ലാവർക്കും നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. കാരണം ഞങ്ങൾ ഇനി പോയി കഴിഞ്ഞാൽ എന്തായാലും 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും വീഡിയോസൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ വിഷ് ചെയ്തത് നിങ്ങൾ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് എത്തി. പുറത്ത് നല്ല തണുപ്പാട്ടോ. പോരുന്ന സമയമൊക്കെ ആയപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു. എന്തായാലും പോയപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാങ്ങിച്ചിരുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട്സിനുള്ള ഗിഫ്റ്റുകൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ വലിയ പാക്കറ്റ് കണ്ടിട്ട് ഒന്നും പേടിക്കാനില്ല, കാരണം എല്ലാം കൊടുക്കാനുള്ളതുകളാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് വാങ്ങിച്ചത് 4 ഗിഫ്റ്റുകൾ വാങ്ങിക്കണമായിരുന്നു. അഞ്ജലിയുടെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടില്ല. അതിനി നാളെ മറ്റന്നാളെ എപ്പോഴെങ്കിലും പിന്നെ പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഡബിൾ ബെഡ്ഷീറ്റാണ് വിത്ത് 2 പില്ലോ കവർ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഗിഫ്റ്റായി വാങ്ങിയതുകൊണ്ട് തന്നെ ഞാൻ റേറ്റ് ഒന്നും പറയുന്നില്ല. എന്നാലും ഞങ്ങൾക്കൊരു റേഞ്ച് തന്നിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പാൾ അച്ഛൻ സ്കൂളിൽ നിന്ന്
500 to 600 അപ്പോൾ അത് ഏതാണ്ട് കറക്റ്റാണ്. ആ റേറ്റിനുള്ളിലുള്ള ഐറ്റം വാങ്ങിക്കാനാണ് പറഞ്ഞത്. എന്തെങ്കിലും ഐറ്റം നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് ഇതാട്ടോ. ഇഷ്ടമായി നിങ്ങൾക്ക്? ഞാൻ ഇനി ഇതിന് പാക്കറ്റ് ഇനിയും തുറക്കണില്ല, കാരണം ഇനി തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഗിഫ്റ്റാക്കി കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ച് നല്ലപോലെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് വേണം നാളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ. നാളെ വൈകുന്നേരമാണ് ഞങ്ങളുടെ ക്രിസ്മസ് പാർട്ടി. അപ്പോൾ ഇതാണ് ഒരു ഗിഫ്റ്റ്. പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് സെയിം തന്നെ, ഡബിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവർ. റേഞ്ച് എല്ലാത്തിൻ്റെ സെയിം കേട്ടോ. ഇതാണ് മൂന്നാമത്തെ ബോക്സ്. ഇത് റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. ഇതിൻ്റെ പാക്കിങ് ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ പള്ളിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടിനെ. അപ്പോൾ പള്ളിയിലത്തെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾ ഇതിനെ മാറ്റി വയ്ക്കണേ. അത് രണ്ടുമാണ് ഞങ്ങൾ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. ഇത് മാറ്റി വയ്ക്കണത് സൺഡേയിൽ കൊണ്ടുപോയി പള്ളിയിൽ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ കയ്യിൽ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. അപ്പോൾ ആ ഐറ്റംസാണ് ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്. നിങ്ങളോട് നാൾ പറഞ്ഞായിരുന്നു വഴിയേ പറയാമെന്ന്. അപ്പോൾ ഇന്നങ്ങനെ പറയേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഹോളിഡേയ്സിന് ഈ പ്രാവശ്യം പോകുന്നത് ബോംബെയിലേക്ക് കേട്ടോ. ബോംബെയിലേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 5 ദിവസത്തെ ഹോളിഡേ ഉണ്ട്. അപ്പോൾ ഒരു 5 ദിവസം തന്നെ പറയാം, കാരണം 21-ാം തീയതി ഞങ്ങൾക്ക് സ്കൂൾ അടയ്ക്കും. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിന്, വൈകുന്നേരം മീൻസ് രാത്രി ഒരു 11:30-ക്കുള്ള ഫ്ലൈറ്റിന് ഞങ്ങൾ ലക്നൌവിൽ നിന്ന് പോകും. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 ഫാമിലീസ് പോകുന്നുണ്ട്. ഞങ്ങൾ ഫാമിലി, പിന്നെ ശ്രിഷ ടീച്ചർ, ഷൈരി സാർ ഫാമിലി, പിന്നെ പ്രീത ടീച്ചർ, റെജി സാർ ഫാമിലി. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി ഒരുമിച്ചാണ് പോകുന്നത്. രാത്രി 11:30-യുടെ ഫ്ലൈറ്റിന് അതിന് പോകും ഞങ്ങൾ. അപ്പോൾ ബോംബെ കറങ്ങാമെന്ന് വിചാരിച്ചു. ഇതുവരെ കാണാത്ത സ്ഥലമാണ്, ഇതുവരെ പോകാത്ത സ്ഥലമാണ്. അവിടെ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുടെ മകൻ്റെ ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ കാണാം. പിന്നെ കറങ്ങേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയൊക്കെ പോരാം. അപ്പോൾ അവർ കുറേ നാളായി പോകാം, അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ്. എല്ലാ വർഷവും വിളിക്കാറുണ്ട്. ഒരുപാട് വർഷങ്ങളായി അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിച്ച് അവർ മടുത്തു. അപ്പോൾ എന്തായാലും ഈ വർഷം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ക്രിസ്മസിൻ്റെ ടൈമിലാണ് നമുക്ക് ടൈം കിട്ടിയേക്കണേ. അപ്പോൾ ഈ 5 ദിവസം അങ്ങനെ പോകാമെന്ന് വെച്ചു. തിരിച്ചു പോരുന്നത് ഇത്തിരി ടൈറ്റാണ്. 25-ന് രാവിലെ തന്നെയുള്ള ഒരു ട്രെയിനാണ് ഞങ്ങൾ പോരുന്നത്. 25-ന് 1-2 ട്രെയിനുകളുണ്ട് ഇവിടേക്ക്. പക്ഷേ എളുപ്പത്തിൽ പെട്ടെന്ന് എത്താവുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നത്, അത് സീറ്റൊക്കെ ഫുള്ളായി. ഞങ്ങൾ ബുക്ക് ചെയ്യാനൊക്കെ കാര്യങ്ങളൊക്കെ ഇത്തിരി ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സീറ്റ് ഫുള്ളാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് സീറ്റില്ല. പിന്നെ വേറൊരു ട്രെയിൻ ബുക്ക് ചെയ്തപ്പോൾ 25-ന് നമ്മൾ കയറി 26-ന് വൈകുന്നേരത്തിന് ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ആ ട്രെയിനാണ് ഞങ്ങളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ 26-ന് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ എത്തും. 27-ാം തീയതി തൊട്ട് ഞങ്ങൾക്ക് ക്ലാസ്. അപ്പോൾ ഇത്രയും ദിവസത്തെ ടൂറാണ്. 21-ന് രാത്രിക്ക് കയറും. 22, 23, 24, ശരിക്കും പറഞ്ഞാൽ 3 ദിവസം നമുക്ക് അവിടെ ഉള്ളൂ. 3 ദിവസം. 25-ന് അവിടെ നിന്ന് രാവിലെ തന്നെ പോരണം. അതാണ് നമ്മുടെ ക്രിസ്മസ് ടൂർ വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ പോകാനായിട്ട് അങ്ങനെ ടൂർ പോകേണ്ടതുള്ളൂ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചുരിദാറോ ടോപ്പോ എന്തെങ്കിലും നോക്കണമെങ്കിൽ നോക്കിക്കോളാൻ. അപ്പോൾ അങ്ങനെ എനിക്കുള്ള ഷോപ്പിംഗ് ഇന്ന് ചെയ്തിട്ടുണ്ട്. അഞ്ജുവിനുള്ളത് 1-2 കൂട്ടി നമ്മൾ ഓൺലൈനിൽ വാങ്ങി. പിന്നെ ഇനി സമയം പോലെ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പോയി കടയിൽ പോയി വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കും. അപ്പോൾ അതെന്നെ കൊണ്ട് ഇന്ന് അഞ്ജുവിനെ കൊണ്ടുപോയില്ലായിരുന്നു. ചേട്ടനുള്ളത് ചേട്ടൻ പറഞ്ഞ് പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കാനുള്ള ടൈമൊന്നുമില്ല. നമുക്ക് ഈവനിങ്ങിൽ പോയിട്ട് 3 പേർക്കും കൂടെ അങ്ങനെ ഒരുമിച്ച് ഷോപ്പിങ്ങൊന്നും ചെയ്യാനുള്ള ടൈമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ ടൈമിങ്ങൊക്കെ വ്യത്യാസം വന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കും 3 മണിയാവണം. പിന്നെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോഴേക്കും ഒരു നേരമാവും. പെട്ടെന്ന് ഇരുട്ടാവണം. അപ്പോൾ അതുകൊണ്ട് ടൈമിൻ്റെ കുറവുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിംഗ് മാത്രമാണ്, മീൻസ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് നിങ്ങളെ കാണിച്ചു തരാം. വാങ്ങിച്ച ഐറ്റം ഞാൻ 4 ചുരിദാറുകളാണ് എടുത്തേക്കണത്. അപ്പോൾ 4 ചുരിദാർ, 4ഉം റെഡിമെയ്ഡ് തന്നെയാണ്. റെഡിമെയ്ഡ് വാങ്ങിച്ചേക്കുന്നത് ഇതാണ് കേട്ടോ ഒരെണ്ണം. ഞങ്ങൾ വരാൻ ഇത്തിരി വൈകിയത്. ഇത് വാങ്ങിക്കലും കഴിഞ്ഞ് ഞങ്ങൾ ഓൾട്രേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതും കൂടെ കൊടുത്ത് അതും ചെയ്യിപ്പിച്ചാണ് വന്നത്. അപ്പോൾ ഒന്നും കൂടെ ലേറ്റായി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ചുരിദാർ. ഇഷ്ടമായോ? നിങ്ങളുടെ കമൻസൊക്കെ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്. അതിൻ്റെ ആ സെയിം സെറ്റിൻ്റെ പാൻറ്റാണിത്. അതിൻ്റെ തന്നെ ഷോള് സെയിം കളറ്. ഇപ്പം അങ്ങനെ കോൺട്രാസ്റ്റ് കളറുകളൊന്നും കിട്ടുന്നില്ല, എല്ലാം സെയിം തന്നെയാണ്. ടോപ്പും പാൻറ്റും ഷോളും എല്ലാം സെയിം ആയിട്ടാണ് കടകളിലൊക്കെ ഉള്ളത്. പിന്നെ അടുത്ത സെറ്റ് ഇതാണ് കേട്ടോ, അടുത്ത ചുരിദാറ് കണ്ടല്ലോ. ഇതിൻ്റെ ബാക്ക് അങ്ങനെ
ഇതേപോലെ കൈമ കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ സെയിം വർക്ക് തന്നെ ഇവിടെ ഫ്രണ്ടിലും ഒരു ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു സ്യൂട്ട്. ഇതിന്റെ പാൻറ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിന്റെ പാൻറ് ഗ്രീൻ. ഈ ഗ്രീൻ എനിക്ക് ഇല്ലാത്തൊരു ഗ്രീനാണ്, ഒരു കുറച്ച് പിസ്ത ഗ്രീൻ എന്ന് പറയാം, ആ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോളുമേ ആ വർക്ക് ഇത്തിരി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുടിദാറിനുള്ള സെയിം വർക്ക് ഇത്തിരി ഷോളുമേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ റേറ്റ് പറയാൻ മറന്നുപോയി. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് റെഡിൻ്റെ റേറ്റ് 1500 കേട്ടോ. ഇത് നമ്മൾ സെറ്റായിട്ട് വാങ്ങിച്ചേക്കുന്നതാണല്ലോ. ഇതിൻ്റെ കൂടെ പാൻറ്റും ഷോളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 1500 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് കേട്ടോ ഏറ്റവും വില കൂടിയത്. പിന്നെ ഇത് ഗ്രീനിൻ്റെ വില എന്ന് പറയുന്നത് 850 രൂപയാണ്. ഇതിൻ്റെ കൂടെയും പാൻറ്റും ഷോളും ഉണ്ട്, പക്ഷേങ്കിൽ ഇതിന് അത്രയ്ക്ക് റേറ്റ് ഇല്ല. ഇത് 850 രൂപയാണ്. ഇതിൻ്റെ തുണി കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല ബെറ്റർ തുണിയാണത്. ഇടാനും പിടിക്കാനൊക്കെ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല സോഫ്റ്റാണ്. അടുത്തത് ബ്ലൂ കളർ കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1095. ഇതിൻ്റെ കൂടെയുണ്ട് ഇതിൻ്റെ പാൻറ്റും ഷോളും. ഇതിൻ്റെ പാൻറ്റ് ഈ കളറാണ്, ലൈൻസ് ആയിട്ട്, വട്ടത്തിൽ ലൈൻസ് ആയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഷോൾ. ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ കോട്ടൻ്റെ റേറ്റ് 1095. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം കൂടെ. ഇതും നല്ല കോട്ടൺ ആണ്. ഇത് പിങ്ക് ആണ്. അപ്പോൾ ഇല്ലാത്ത കളറുകളും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകളൊക്കെ നോക്കി ഞാനിപ്പോൾ ഈ പ്രാവശ്യം എടുത്തത്. ഇതിന് 1100. ഇത് കോട്ടൺ പിങ്ക് കളറ്. സിമ്പിൾ ആണ് കേട്ടോ. ഇതൊന്നും അങ്ങനെ വർക്കൊന്നും ഇല്ല കാര്യമായിട്ട്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇത്രയും ഇത് കൊടുത്തിട്ടുണ്ട്. ആ സെയിം വർക്ക് കൈമയും കൊടുത്തിട്ടുണ്ട്. ബാക്കൊക്കെ സെയിം തന്നെ, പക്ഷെ നല്ല കോട്ടൺ തുണി, നല്ല സോഫ്റ്റ് തുണി. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ പാൻറ് ഇതാണ്. പാൻറ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ ഷോള്. ഇങ്ങനെ ഒരു ഷോൾ അവിടെയൊക്കെ ആയിട്ട് കുറച്ച് വർക്ക് ഉണ്ട്. രണ്ട് സൈഡിലും തുമ്പുഭാഗത്തായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനത്തെയൊക്കെ റേറ്റിന് സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ വാങ്ങിയാൽ ഒത്തിരി കോസ്റ്റ്ലി ഒന്നുമല്ല. നമുക്ക് ട്രാവലിങ്ങിനൊക്കെയാണല്ലോ, അവിടെ ചെന്നിട്ടൊക്കെ കറങ്ങാൻ പോകാൻ കാര്യങ്ങൾക്കൊക്കെയാണല്ലോ വേണ്ടത്. അപ്പോൾ അങ്ങനെ 4 ചുരിദാർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിന്ന് ഷോപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കേരളത്തിൽ നിന്ന് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്ന വണ്ടി വന്നായിരുന്നു. അപ്പോൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു. അധികമൊന്നും വാങ്ങിച്ചില്ല, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ വാങ്ങിച്ച ഐറ്റംസ് കാണിച്ചു തരാം. അധികമൊന്നും വാങ്ങിച്ചില്ല. നമ്മുടെ സേമിയ പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പാലട പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വല്ലപ്പോഴൊക്കെ, ഇനി തണുപ്പാലല്ല വരണേ, ഇടയ്ക്കൊക്കെ ഒന്ന് പായസം കുടിക്കാനൊക്കെ തോന്നിയ അപ്പോൾ ചൂടൻ പായസം ഉണ്ടാക്കി കുടിക്കാമല്ലോ. എളുപ്പമുള്ളൂ. നമുക്ക് പാലുണ്ടെങ്കിൽ പെട്ടെന്ന് 1.5 ലിറ്റർ പാലുണ്ടെങ്കിൽ നമ്മുടെ ജോലി എളുപ്പം കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോൾ ഗസ്റ്റ് വന്നാലും വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ച ഐറ്റം 2 പാക്കറ്റ് അച്ചപ്പം. കുറച്ചൊക്കെ പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചിലതൊക്കെ പൊടിഞ്ഞു തുടങ്ങി. ചെറിയ അച്ചപ്പാട്ടോ, വലിയതല്ല, ചെറിയ ടൈപ്പ് അച്ചപ്പം 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് മിക്സർ അങ്ങനെ 1 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചത് ഒരു 3 പാക്കറ്റ് പപ്പടം വാങ്ങി. ഇതൊക്കെ സാമ്പാർ, പപ്പടം, പരിപ്പ് പപ്പടം അങ്ങനത്തെയൊക്കെ സമയത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് പപ്പടം വാങ്ങിയത്. ഇത് 1 പാക്കറ്റ് വൻപയർ വാങ്ങിച്ചതാണ്. നമുക്ക് വൻപയർ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 1 പാക്കറ്റ് വൻപയർ വാങ്ങിച്ചിരുന്നു. പിന്നെ മീൻ വാങ്ങിച്ചു. മത്തി 300 രൂപയായിരുന്നു കിലോ. ഞങ്ങൾ 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഞങ്ങൾ ഫ്രീസറിലേക്ക് വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ അപ്പോൾ തന്നെ ഷോപ്പിങ്ങിന് പോകണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. അത് അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് എടുത്ത് വെച്ച് പോയി. പിന്നെ അവരുടെ കയ്യിൽ വേറെ ഒത്തിരി ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അലുവ, കേക്ക്, അങ്ങനത്തെയൊക്കെ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. കേക്കൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ടല്ലോ ക്രിസ്മസിൻ്റെ ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കേക്ക് വാങ്ങിച്ചില്ല. അലുവ ആയാലും നാളെ വാങ്ങിച്ചത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ വേറെ ഐറ്റംസുകളൊന്നും വാങ്ങിച്ചില്ല. വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ഒരു കുറച്ച് ഐറ്റംസ് മാത്രമേ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ബോംബെയിലൊക്കെ പോയി വന്നിട്ടൊക്കെ അല്ലേ വാങ്ങിച്ച ഐറ്റംസൊക്കെ ഇപ്പോൾ കുറച്ച് യൂസ് ചെയ്താൽ പിന്നെ പോയി വന്നിട്ടല്ലേ ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്തേക്ക് എന്ന് എത്തണമെന്നൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല. ടൈം വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഒന്നും വരാത്തത്. വീഡിയോ എടുക്കാനും എനിക്ക് ടൈം കിട്ടുന്നില്ല, വീഡിയോ ഇടാനും സമയം വളരെ കുറവ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചു. ചുരിദാർ ഞാൻ എടുത്തതിൽ ഏത് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്നൊക്കെ പറഞ്ഞോളൂ. പിന്നെ അതൊക്കെ ഇടുന്നതെല്ലാം ഇനിയിപ്പോൾ ബോംബെയിലൊക്കെ പോകുമ്പോഴൊക്കെ ആയിരിക്കും മിക്കവാറും ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാൻ ചുരിദാർ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഈ സെയിം ചുരിദാർ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ.
അപ്പോൾ അന്ന് നിങ്ങൾക്ക് കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.